സർ, ഇപ്പോൾ പുറത്തു വരുന്ന ഒരു രസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഒരു വെല്ലുവിളിയാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് പറയുന്നത് ഇറാനോട് കളിക്കുന്നത് പോലെയാകില്ല ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ അടി മുതൽ പാദ അല്ലെങ്കിൽ മുടി മുതൽ പാദം വരെ ഞങ്ങൾ തീർത്ത് കളയും എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്ത് ധൈര്യത്തിലായിരിക്കാം പാകിസ്ഥാന്റെ ഈ ഒരു പ്രസ്താവന? ഇറാനോട് കളിക്കുന്നത് പോലെയല്ല പാകിസ്ഥാനോട് എന്ന് പറയുമ്പോൾ ഇറാനേക്കാൾ വലിയൊരു രാജ്യമായി അല്ലെങ്കിൽ അതിശക്തമായ ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറി എന്ന് വേണോ നമ്മൾ കരുതാൻ? ഈ ഒരു പാകിസ്ഥാന്റെ വർത്താനം കേൾക്കുമ്പോ ഞാൻ ഇന്നലെ എൻ്റെ രണ്ട് ഫ്രണ്ട്സുമായിട്ട് വളരെയധികം ചിരിച്ചൊരു സംഭവമാണ്. കാരണം ആൾറെഡി പാകിസ്ഥാൻ തൊട്ട രാജ്യമായ അഫ്ഗാനിസ്ഥാനുമായിട്ട് മതപരമായ എന്തോ വിഷയത്തിന്റെ മുകളിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം അവസാനിച്ചിട്ടൊന്നുമില്ല. അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്, ഒരു അഫ്ഗാനിസ്ഥാനിലെ ഒരു ഹോസ്പിറ്റലിന്റെ മുകളിൽ പാകിസ്ഥാൻ മിസൈൽ ആക്രമണം നടത്തി 400 പേരോളം ആൾക്കാരെയാണ് അവര് അവിടെ മരിച്ചു പോയത്. ഇതിന് ഇവിടെ ആർക്കും സങ്കടമില്ല, നമ്മുടെ നാട്ടിലും ആർക്കും സങ്കടമില്ല. നേരെ മറിച്ച് പാലസ്തീനിലാണ് ഒരു 10 ആൾ മരിച്ചെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു പ്രകടനമൊക്കെ നമുക്ക് കാണാമായിരുന്നു. പക്ഷെ ഇത് അഫ്ഗാനിസ്ഥാനിലായി പോയി. അവിടത്തെ ആസ്പത്രിയിൽ മരിച്ചപ്പോൾ അതൊരു വിഷയമല്ല. പക്ഷെ ഈ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇതിന്റെ ഒരു 4 ദിവസം മുമ്പ് അവർ പറഞ്ഞു യുദ്ധത്തിന് ഞങ്ങൾ മധ്യസ്ഥ നിൽക്കാന്നൊക്കെ എന്തോ പറഞ്ഞിട്ട് ഒരു പ്രസ്താവനയായിട്ട് അവർ വന്നു. ഈ പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ് സത്യത്തിൽ? നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിന് തന്നെ അറിയാം. ആരെങ്കിലും ഇട്ടുകൊടുക്കുന്ന, ഞാൻ ആ ഭാഷ പറയാൻ പാടില്ല, പക്ഷെ എനിക്കത് പറയേണ്ടി വരികയാണ്, ആരെങ്കിലും എറിഞ്ഞു കൊടുക്കുന്ന എച്ചിലിന് കാത്തിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അല്ലാതെ അവിടെ ഒരു ചുക്കുമില്ല. ഈ പാകിസ്ഥാൻ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കുക. പക്ഷെ അവർക്ക് ഒരു കാര്യമുണ്ട്, ബുദ്ധിയില്ല. ഈ ബുദ്ധി ഇല്ലാത്തവർക്കുള്ള ഗുണം എന്താണോ, എടുത്തു ചാടാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ക്രിക്കറ്റ് മത്സരം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് നല്ല വെൽ ട്രെയിൻഡ് ക്രിക്കറ്റ് ടീം പല സന്ദർഭങ്ങളിലും, അതും പ്രത്യേകിച്ച് ഷാർജയിൽ വെച്ചിട്ടാണ് ക്രിക്കറ്റ് മത്സരം നടക്കണമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനിന്റെ കളി വരുമ്പോ മിക്ക സമയങ്ങളിലും പാകിസ്ഥാൻ ജയിക്കും. ഇത് ഞാൻ പലപ്പോഴും ഇത് ആലോചിച്ചിട്ടുണ്ട്, എന്തായിരിക്കും ഇതിന്റെ ഒരു മാനസിക. അപ്പൊ ഇത് എന്താ കാര്യം വെച്ചെങ്കിൽ, ഈ പാകിസ്ഥാൻ ജനങ്ങൾക്ക് പൊതുവെ അവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. അത് കാരണം അവരെ അങ്ങോട്ട് ഇറക്കി വിട്ട അവര് ശരീരം പോലും ശ്രദ്ധിക്കാതെ എന്തും ചെയ്യും. ആ ഒരു ഇതിന്റെ മുകളിലാണ് പലപ്പോഴും ക്രിക്കറ്റ് ചിലപ്പോൾ ലാസ്റ്റ് ഒരു ബോൾ ആണ് തീരുമാനിക്കുക ആ ഗെയിം. അത് പാകിസ്ഥാന്റെ കളിക്കാരൻ, അവന് ബുദ്ധിയില്ലാത്ത കാരണം അവൻ ആ കളിയുടെ ഇത് വെച്ച് അത് എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കും. അങ്ങനെയാണ് പലപ്പോഴും ആ ക്രിക്കറ്റ് കളിയിൽ അവർ ജയിക്കുന്നത്. അത് തന്നെയാണ് ഈ ആരോഗ്യപരമായ കാര്യത്തിൽ ചിന്ത അവർക്കില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ എന്നുള്ള അസുഖങ്ങളില്ലേ, ഇതൊക്കെ പാകിസ്ഥാനിൽ കുറവാ. പൊതുവെ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് കുറവാ. ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ എപ്പോഴാ കൂടുക? ചിന്തിക്കുന്നവനാണ് ഈ അസുഖം കൂടുതൽ വരിക. ചിന്തയില്ലാത്തവന് ഈ അസുഖം ഉണ്ടാവില്ല. എപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഈ അസുഖം കൂടുതൽ. ഈ പറയുന്ന രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് ഈ അസുഖം കുറവാ. കാരണം എന്താ? അവർക്ക് ചിന്ത ഇല്ല. നാളെ എന്താന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇപ്പോ ഈ സമയം ഇതാ അവർ ചിന്തിക്കുള്ളൂ. നമ്മുടെ ഇന്ത്യക്കാരുടെ പ്രശ്നം എന്താണ്? നമ്മളൊരു 4 തലമുറ അപ്പുറത്തേക്ക് ചിന്തിക്കും, അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കും. അപ്പോഴാണ് ഈ അസുഖം മുഴുവൻ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഈ പാകിസ്ഥാൻ ഇപ്പോ കഴിഞ്ഞ ആഴ്ച അവര് പറഞ്ഞു ഞങ്ങൾ മധ്യസ്ഥ നിൽക്കാം. എന്തിന്? ഈ ഇറാനില് അമേരിക്ക കൊണ്ടുപോയി ബോംബിട്ട് യുദ്ധം നടക്കുന്നതിന് ഞങ്ങൾ മധ്യസ്ഥ നിൽക്കാം. സത്യത്തിൽ യുദ്ധം തീർക്കലല്ല അവരുടെ ഉദ്ദേശം. ഇതിന്റെ ഇടയില് എന്താണ്, ദല്ലാളായിട്ട് നിൽക്കുക. ഇപ്പൊ നമ്മൾക്കറിയാലോ, ഒരു സ്ഥലക്കച്ചവടം നടക്കുമ്പോ അതിന് ബ്രോക്കർ പണി എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഉദ്ദേശം എന്താ? ആര് സ്ഥലം വിറ്റാലെന്താ, ആര് സ്ഥലം വാങ്ങിയാലെന്താ? അവരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ. എന്താ ഉദ്ദേശം? അവർക്ക് ആ കച്ചവടത്തിന്റെ കമ്മീഷൻ കിട്ടണം. അത് വിൽക്കുന്നവന്റെ കയ്യിൽ നിന്നും കിട്ടും, വാങ്ങുന്നവന്റെ കയ്യിൽ നിന്നും കിട്ടും. അപ്പോ ആ ഉദ്ദേശം തന്നെയാണ് ഇവിടെ പാകിസ്ഥാന് ഈ ഈ ഈ സംഭവത്തിൽ, അതായത് ഈ മധ്യസ്ഥം പറയാന്ന് പറഞ്ഞു വരുമ്പോ അവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞൊന്ന് തല ചൊറിഞ്ഞിക്കും. അപ്പൊ എന്തെങ്കിലും ഈ രാജ്യങ്ങൾ എന്തെങ്കിലും കൊടുക്കും, അത് വാങ്ങിപ്പോ. അതേമാതിരി ഇപ്പോ ഞാൻ ആലോചിക്കുക, ഇസ്രായേലിനെയാണ് പാകിസ്ഥാൻ വെല്ലുവിളിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ.
സ്വന്തമായിട്ട് ഒരു സംഭവവും ഇല്ലാത്ത ഒരു പാകിസ്ഥാൻ, അവിടത്തെ കടം മറ്റുള്ള കാര്യങ്ങളൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോകും. ഇനി അതൊക്കെ പോട്ടെ, അവര് ചെയ്യുന്ന വൃത്തികേടുകൾ എന്തൊക്കെയാണ്? ലോകത്തിലെ ഏതൊക്കെ തീവ്രവാദികളായ നേതാക്കൾ, അതായത് അൽ ഖയ്ദയുടെ നേതാവ്, ഐസിസിന്റെ നേതാവ്, അല്ലെങ്കിൽ നമ്മുടെ പിടികിട്ടാപ്പുള്ളി ദാവൂദ് ഇബ്രാഹിം, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ താമസ സ്ഥലം എവിടെയാണ്? പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനാണ് ഇപ്പോ മധ്യസ്ഥം പറയാനും വെല്ലുവിളികളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇവർക്ക് ഇത് ചെയ്യുന്നതിന് ഈ പറയുന്ന അമേരിക്കയോ അല്ലെങ്കിൽ റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ ഏതൊക്കെയോ രാജ്യങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കാരണമാണ് ഈ ഭീകരവാദികളെയും ഈ കൊള്ളക്കാരെയും അവരുടെ നാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് ധൈര്യപൂർവം ഈ ലോകത്തിന്റെ മുന്നിൽ ഞെളിഞ്ഞു നിന്നിട്ട് ഫുൾ കടാണ്. അതായത് സ്വന്തമായിട്ട് ഒന്നുമില്ല, എന്തൊക്കെയോ ഓരോരുത്തരെ മസ്കരിച്ച് കാര്യം നേടിയെടുക്കുന്ന ഒരു രാജ്യം വെല്ലുവിളിക്കുകയാണ്. ആരേനെ? ഇസ്രായേലിന്. ഇസ്രായേലിന് 2 സെക്കൻഡ് വേണ്ട ഇത് ചാമ്പലാക്കാൻ. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഈ പാകിസ്ഥാൻ ഇത് പറയുമ്പോ പാകിസ്ഥാന്റെ ബാക്കിൽ ആരോ ഉണ്ട്. കാരണം ഇപ്പൊ ഇറാനെ അടിച്ചപ്പോൾ, ഇറാനെ അമേരിക്കയും ഇസ്രായേലും കൂടി അടിച്ചപ്പോൾ ഇറാൻ എന്താ ചെയ്തത്? ഇറാൻ ഗൾഫ് രാജ്യങ്ങളെയാണ് അടിച്ചത്. സൗദിനെയും കുവൈത്തിനെയും UAE-നെയും ബഹ്റൈനൊക്കെ അടിച്ചു. അതേമാതിരി ഈ രാജ്യങ്ങൾ, അതായത് ഇസ്രായേൽ, ഇവന്റെ ഈ ഇളക്കുന്ന ഈ വർത്താനം കേട്ട് എന്തെങ്കിലും ഒരു മിസൈൽ കൊണ്ടുവന്ന് പാകിസ്ഥാനിൽ ഇട്ടാൽ പാകിസ്ഥാൻ ആദ്യം ചെയ്യുക എന്താ അറിയോ? പാകിസ്ഥാൻ നേരെ ഡൽഹിക്ക് വെച്ച് പിടിക്കും 2 മിസൈല്, എന്നിട്ട് ഈ പ്രശ്നം വലുതാക്കും. അങ്ങനെ അവന് നമുക്ക് പറയാൻ പറ്റില്ല, ചൈനയോ ആരെങ്കിലും അവന്റെ പിന്നാലെ കൂട്ടും. ഇതാണ് അവന്റെ ബാക്കിലുള്ള ഉദ്ദേശം. അതിനു വേണ്ടി പ്രകോപിപ്പിക്കുക. ആദ്യം മധ്യസ്ഥനായി വന്നു, അത് നടന്നില്ല. ഇപ്പതാ വേറെ ഒരു വെല്ലുവിളിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇനി കുറച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ എന്തായാലും പറയില്ല. കാരണം എല്ലാ കൊല്ലവും അമേരിക്ക ഒരു എച്ചിന് വാരിയ ഗ്രാൻഡ് വാങ്ങി തിന്നുന്നുണ്ട്. കാരണം അമേരിക്കനെന്നും പറയാൻ ചാൻസ് കുറവാണ്. ഇത് പറ്റിയത് ഇസ്രായേലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്രായേലിനെ തോണ്ടാൻ പോയിരിക്കുകയാണ്. അല്ലാതെ പാകിസ്ഥാൻ ഈ ലോകത്ത് എന്താണ്? ഒന്നുമല്ല. പക്ഷെ പാകിസ്ഥാൻ ദൈവമായി കാണുന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതാണല്ലോ അന്ന് മുണ്ടുപൊക്കി കുറെ ആൾക്കാരുടെ മതം നോക്കി മുസ്ലിം അല്ലാന്ന് വരുത്തിയിട്ട് വെടിവെച്ച് കൊന്നപ്പോ അത് പാകിസ്ഥാനിൽ നിന്നും കയറി വന്നവര് ചെയ്തതാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞപ്പോഴും ഇവിടെ കുറെ ആൾക്കാര് അത് പാകിസ്ഥാൻ ചെയ്തതല്ല, മുണ്ട് പൊക്കി നോക്കിയിട്ടില്ല എന്ന് വാദിച്ച് നടന്നവർ കുറെ പേര് മലയാളികളായിട്ടുള്ള ജിഹാദികളുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോ ഈ ജിഹാദിയും ഈ പാകിസ്ഥാനും ഒക്കെ ഒന്നാണ്. ഈ ലോകത്തിന് വലിയൊരു പ്രശ്നമാണ്. ഇത് തന്നെയാണ് ഇറാനായാലും ഈ പറയുന്ന പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും ഒക്കെ. അപ്പോ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ ഓരോ മൂവ്മെന്റും അവരുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ മനസ്സിലാക്കണം. അവരുടെ സ്വന്തം അപ്പുറത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ട് മതത്തിന്റെ പേരിലാണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പാകിസ്ഥാനാണ് ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രസ്താവനയായിട്ട് വരുന്നത്, ഇത്തരം പ്രസ്താവനകളുമായിട്ട് വരുന്നത്. അപ്പോ ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. യെസ്, എന്തായാലും എന്തുകൊണ്ടായിരിക്കാം പാകിസ്ഥാൻ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്? പാകിസ്ഥാനിൽ ഇറാനോട് കളിക്കുന്നത് പോലെ പാകിസ്ഥാനോട് കളിക്കരുത്, തീർത്ത് കളയും എന്നാണ് പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. ഈ രീതിയിൽ ആരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്? അമേരിക്കയാണോ ഇസ്രയേലിനെയാണോ എന്നതാണ് ചോദ്യം. കാരണം അമേരിക്കയോടാണെങ്കിൽ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ സൈനിക മേധാവിയെ റെഡ് കാർപ്പറ്റ് വിരിച്ച് വൈറ്റ് ഹൗസിലേക്ക് ആനയിച്ച വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എന്തിനായിരിക്കാം പാകിസ്ഥാൻ ഈ രീതിയിൽ ഒരു വെല്ലുവിളി നടത്തിയിരിക്കുന്നത്? ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നതുപോലും വ്യക്തമല്ല. എന്തായാലും പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഹിഡൻ അജണ്ടകൾ ഉണ്ടോ എന്നതാണ് ഏറ്റവും ഒടുവിൽ ജയശങ്കർ സർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഒരു ചോദ്യമുള്ളത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.